നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ദൈവത്തിൻ്റെ അഭിഷേകം ലഭിച്ച നോഹ, ദൈവത്തിൻ്റെ കൃപ ലഭിച്ച നോഹ യുക്തികൾക്ക് വിപരീതമായി, മാനുഷിക ബുദ്ധിക്ക് വിപരീതമായി പ്രവർത്തിപ്പാനിടയായി തീർന്നു. എന്താ ചെയ്തതെന്നറിയാമോ? പർവ്വതത്തിൻ്റെ മുകളിൽ പെട്ടകം പണിതു. പർവ്വതത്തിന് മുകളിൽ പെട്ടകം പണിതവനെ ജനം ഭ്രാന്തനെന്ന് വിളിച്ചു. അവനെ കുറ്റപ്പെടുത്തി, അവനെ കളിയാക്കാനിടയായി തീർന്നു. കർത്താവിൻ്റെ മക്കളെ, നിൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം വീണിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ, നീ യുക്തികൾക്ക് വിരോധമായി, മാനുഷിക ബുദ്ധിക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നവനായി തീരും. ഒരുപക്ഷെ നിന്നെ നോക്കി ആളുകൾ കളിയാക്കിയേക്കാം, നിന്നെ പരിഹസിച്ചേക്കാം, ഇവന് നിർത്തിയിട്ട് പോകരുതോ എന്ന് പോലും പലരും പറഞ്ഞേക്കാം. എങ്കിലും ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ വന്നാൽ നീ മാനുഷിക ബുദ്ധികൾക്ക് വിപരീതമായി, യുക്തിക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നവനായി തീരും. ഹല്ലേലൂയ. നിൻ്റെ മുൻപിൽ പിന്നെ സാധ്യതകൾ മാത്രമേ കാണുകയുള്ളൂ. നിൻ്റെ മുൻപിൽ അടഞ്ഞ വാതിലുകൾ ഉണ്ടാകുകയില്ല. ഇനി വാതിലുകൾ നിൻ്റെ മുൻപിൽ അടഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ ഇത് തുറക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന യുക്തികൾക്ക് വിരോധമായി മാനുഷിക ബുദ്ധി പറയും ഇനി നടക്കുകയില്ല, മാനുഷിക ബുദ്ധി പറയും അസ്തമിച്ചു പോയി, ഇനി ഒന്നും ജീവിതത്തിൽ സംഭവിക്കുകയില്ല, ഇനി ഞാനൊരു പച്ചപ്പ് കാണുകയില്ല എന്ന് മാനുഷിക ബുദ്ധികൾ പറയുമ്പോൾ, ആ യുക്തികൾ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകവും ദൈവത്തിൻ്റെ ആത്മാവും പ്രാപിച്ചവൻ പറയും ഇല്ല, യുക്തിക്ക് വിരോധമായി അവൻ പ്രവചിക്കാൻ തുടങ്ങും.